ഓക്കെ, പീരിയോഡിക് പ്രോപ്പർട്ടിയിലെ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ, ഇലക്ട്രോനെഗറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്റ്റ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള, ആകർഷിക്കാനുള്ള ഒരാറ്റത്തിൻ്റെ ടെൻഡൻസി, അതിൻ്റെ എബിലിറ്റിയുടെ പേരാണെന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി. ഒരാറ്റത്തിന് ഇലക്ട്രോൺ പെയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുക. ഈ ഇലക്ട്രോണുകൾ വരുന്ന സമയത്ത് അവിടുന്ന് റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേര് നമ്മൾ പഠിച്ചു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്റ്റ് എ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് അറ്റോമിക് റേഡിയസ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെയും അറ്റോമിക് റേഡിയസിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുക. നമുക്കറിയാം, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും? കുറയും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അറ്റോമിക് റേഡിയസ് കുറയും. കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എപ്പോഴാണ് കൂടുക? ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് പോകുമ്പോഴാണ്. അവിടെ അറ്റോമിക് റേഡിയസ് എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുക. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുക, അറ്റോമിക് റേഡിയസ് കുറയുക. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. വെൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ആൻഡ് അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്, ഗ്രേറ്റർ വിൽ ബി ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി അവിടെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രോനെഗറ്റിവിറ്റി ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് പോകുമ്പോൾ, പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ഗ്രൂപ്പിൽ മേലെന്ന് താഴത്തേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആ മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത് 17ാം ഗ്രൂപ്പ് ഹാലജൻ ഗ്രൂപ്പിലാണ്. ഹാലജനിൽ ഏറ്റവും മേലത്തെ ആളാണ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടെത്താനുള്ള സ്കെയില് പല സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ടൊരു സ്കെയിലാണ് പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. ലിനസ് പോളിംഗ് ഉണ്ടാക്കിയ പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെൻറ്റ് ഫ്ലൂറിൻ. കാരണം ഏറ്റവും റൈറ്റ് സൈഡിൽ നോബിൾ ഗ്യാസുകൾക്ക് നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ അട്രാക്റ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല, ദേ ആർ സ്റ്റേബിൾ. അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഹാലജനുകളിലാണ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടാവുക. അപ്പോൾ ഹാലജനിൽ ഏറ്റവും മേലാരാണ്? ഫ്ലൂറിൻ. അപ്പോൾ ഹാലജനുകളിൽ ഏറ്റവും മുകളിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞത്. ആ ഓർഡറിലാണ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെൻറ്റ് ഫ്ലൂറിൻ. അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ്? 4 ആണ്. 4 ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ. അതേസമയം ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും താഴെ സീഷ്യം കഴിഞ്ഞാൽ ഫ്രാൻസിയം ഉണ്ട്. ബട്ട് ഫ്രാൻസിയം ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് സീഷ്യത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ നോക്കാം. അക്കോർഡിംഗ് ടു പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ, സീഷ്യം ഹാസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് 0.7. സീഷ്യത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0.7, ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്റ്റ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഒരു സ്കെയിലാണ് പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. According to this electronegativity scale, fluorine has the most electronegative element of electronegativity 4 and cesium is the least of electronegativity 0.7. Okay. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടികളിൽ കാണിക്കുന്ന ചില പീരിയോഡിക് ട്രെൻഡുകളെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് വാലൻസി. വാട്ട് ഈസ് വാലൻസി? വാലൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻറ്റ്. ഒരെലമെൻറ്റുമായിട്ട് കൂടിച്ചേരാനുള്ള കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുക? വാലൻസി. ഇറ്റ് ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻറ്റ്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എലമെൻ്റായ ഹൈഡ്രജൻ എടുത്തു. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാം.
കാരണം മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കൽ എങ്ങനെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വാലൻസികളെ പരസ്പരം മാറ്റി എഴുതിയിട്ടാണ് എന്ത് ചെയ്യുക, മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജന് വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജനുമായിട്ട് കണക്ട് ചെയ്തിട്ട് വാലൻസി ഒന്ന് പഠിക്കും. നോക്ക്, ഗ്രൂപ്പ് 1 എലമെൻ്റാണ് ലിഥിയം. ഗ്രൂപ്പ് 1 വാലൻസി 1 ആണ്. 2 എലമെൻ്റാണ് ബെറിലിയം. വാലൻസി 2 ആണ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 13 എലമെൻ്റാണ് ബോറോൺ. ഇറ്റ്സ് വാലൻസി 3. 14 കാർബൺ, വാലൻസി 4. 15 നൈട്രജൻ, വാലൻസി 3. 16 ഓക്സിജൻ, വാലൻസി 2. 17 ഫ്ലോറിൻ, വാലൻസി 1. ഈ എലമെൻറ്റുകളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഹൈഡ്രജനുമായിട്ടാണ്. ഹൈഡ്രജൻ്റെ വാലൻസി എത്രയാണ്? 1. വാലൻസി കാണാൻ വളരെ എളുപ്പമാണ്. വാലൻസി കാണൽ നമ്മൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എന്നിട്ട് ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം 1 2 3 4. ഇതിലേതെങ്കിലും ആണെങ്കിൽ വാലൻസി അത് തന്നെയാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ വാലൻസി 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4. ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിലോ, സപ്പോസ് 5 6 7 8 വരെയാണ് മാക്സിമം ഉണ്ടാവുക. ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാലൻസി കാണാം? 8 മൈനസ് ദാറ്റ് ഇൻറ്റിജർ. അപ്പോൾ 5 ആണെങ്കിൽ 8 മൈനസ് 5, അപ്പോൾ വാലൻസി 3. 6 ആണെങ്കിൽ 8 മൈനസ് 6 2, 8 മൈനസ് 7 1, 8 മൈനസ് 8 0. ഇങ്ങനെയാണ് വാലൻസി ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, കോൺഫിഗറേഷൻ 1 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 1, സോ വാലൻസി 1. അപ്പോൾ വാലൻസി 1 ഉള്ള ഹൈഡ്രജനും വാലൻസി 1 ഉള്ള ലിഥിയവും തമ്മിൽ കൂടിച്ചേർന്നാൽ കോമ്പൗണ്ട് ലിഥിയം ഹൈഡ്രൈഡ് LiH. ലിഥിയം ഹൈഡ്രൈഡ് LiH. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻ്റാണ് ബെറിലിയം. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ബെറിലിയത്തിൻ്റെ വാലൻസി 2 ഹൈഡ്രജൻ്റെ താഴെ എഴുതുക. ഹൈഡ്രജൻ്റെ വാലൻസി 1 ബെറിലിയത്തിൻ്റെ താഴെ എഴുതുക. 1 ആയതുകൊണ്ട് എഴുതൽ നിർബന്ധമില്ല. സോ BeH2. ദെൻ 13th ഗ്രൂപ്പിൽ വാലൻസി 3 ആണ് ബോറോൺ. ബോറോണിൻ്റെ വാലൻസി ഹൈഡ്രജൻ്റെ താഴെ എഴുതി. ഹൈഡ്രജൻ്റെ വാലൻസി 1 ബോറോണിൻ്റെ താഴെ എഴുതും. സോ BH3. അതേപോലെ കാർബണിൻ്റെ വാലൻസി 4 ഹൈഡ്രജൻ്റെ 1, അപ്പോൾ CH4. നൈട്രജൻ വാലൻസി 3 ആണ്, അപ്പോൾ ഹൈഡ്രജൻ്റെ താഴെ എഴുതും. ഹൈഡ്രജൻ്റെ 1 നൈട്രജൻ്റെ ഈ ഭാഗത്തും, സോ NH3. ഓക്സിജൻ്റെ 2 ആണ്, അപ്പോൾ 2 ഇവിടെ, ഹൈഡ്രജൻ്റെ 1 അപ്പുറത്ത്, H2O. ദെൻ HF. ഈ ലെവലിലാണ് എന്ത് ചെയ്യുക, വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെയാണ്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെൻറ്റ്സ്. സെക്കൻഡ് പീരിയഡ് എലമെൻറ്റുകളുടെ മാത്രം ചില പ്രോപ്പർട്ടീസ്, അതാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. സെക്കൻഡ് പീരിയഡ് എലമെൻറ്റുകളിൽ പെട്ടതാണ് നമ്മളായി എഴുതിയിട്ടുള്ള ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ എക്സെട്ര. ഇവരൊക്കെ ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻ്റാണ്. ഇപ്പോൾ ലിഥിയത്തിൻ്റെ തൊട്ട് മുകളിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ഹൈഡ്രജൻ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആൽക്കലി മെറ്റലായിട്ട് കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ആ കൂട്ടത്തിലെ ഫസ്റ്റ് എലമെൻ്റ് ആരാണ്? സെക്കൻഡ് പീരിയഡിലെ എലമെൻറ്റുകളാണ്. ഇവർക്ക് ബാക്കിയുള്ള താഴെയുള്ള എലമെൻറ്റുകളെക്കാളും ചില പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ടാവും. കാരണം ഇപ്പോൾ ലിഥിയം, അതിൻ്റെ താഴെ ആരാ വരിക? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇങ്ങനെ ഉണ്ടാവും. ഈ കൂട്ടത്തിൽ ഏറ്റവും സൈസ് ചെറുതായിരിക്കാം. സ്മോളർ ദ സൈസ് ആരാ വരിക?
ലിഥിയം. സൈസ് ചെറുതാരാണ്? ലിഥിയം. അയണൈസേഷൻ എൻതാൽപ്പി ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതലായിരിക്കാം ലിഥിയം. അയണൈസേഷൻ എൻതാൽപ്പി കൂടുക, സൈസ് കുറയുക, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. മേലത്തെ ആൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക, സൈസ് ചെറുതാവുക, അയണൈസേഷൻ എൻതാൽപ്പി കൂടുക, ഇതൊക്കെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. ഇലക്ട്രോൺ ഇല്ലെങ്കിൽ കൂടെ ഡി ഓർബിറ്റൽ ഉണ്ടാവും. ഇപ്പോൾ സോഡിയം അറ്റോമിക് നമ്പർ 11, കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1. 3s1 ആണ് അവസാനത്തെ ഇലക്ട്രോൺ. പക്ഷെ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിൽ 3p 3d ഓർബിറ്റലുകൾ അവൈലബിൾ ആണ്. ഇലക്ട്രോൺ ഇല്ലെങ്കിലും ഓർബിറ്റൽ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതേസമയം ലിഥിയം എടുക്കുക, അറ്റോമിക് നമ്പർ 3, കോൺഫിഗറേഷൻ എന്താ? 1s2 2s1. 2s കഴിഞ്ഞാൽ 2p ഓർബിറ്റൽ ഉണ്ടാവും, പക്ഷെ 2d ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഡി ഓർബിറ്റൽ എവിടെ അവൈലബിൾ അല്ല? സെക്കൻഡ് പീരിയഡ് എലമെൻറ്റുകൾക്ക് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സ്മോളർ ദ സൈസ്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഇതുകൊണ്ടൊക്കെ ബാക്കി താഴെയുള്ള എലമെൻറ്റുകളെക്കാളും ഇവർ ചില പ്രത്യേകത കാണിക്കും. അതിനെയാണ് നമ്മൾ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ സെക്കൻഡ് പീരിയഡിലെ എലമെൻറ്റുകളെ നമ്മളെടുത്തു, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. തേർഡ് പീരിയഡിലെ എലമെൻ്റാണ് സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ. ഇനി നോക്ക്, ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നു, അപ്പോൾ അറ്റോമിക് സൈസ് കൂടും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് ഇങ്ങോട്ട് പോയപ്പോഴോ അറ്റോമിക് സൈസ് കുറയും അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ കൂടുക, ഇങ്ങോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസ് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും ആൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കും. ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും എന്തായിരിക്കും? സിമിലർ സൈസ്, ഒരേ സൈസായിരിക്കും. അതേപോലെ ബെറിലിയത്തിലും അലുമിനിയം, ബോറോൺ, സിലിക്കൺ ഇവർക്കൊക്കെ എന്തായിരിക്കും? ഒരേ സൈസായിരിക്കും. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് സെക്കൻഡ് പീരിയഡ്, ഫസ്റ്റത്തെ എലമെൻറ്റ് ഓഫ് സെക്കൻഡ് പീരിയഡ് റിസംബിൾ വിത്ത്, സാദൃശ്യം കാണിക്കുന്നു. ഏതിന്? സെക്കൻഡ് എലമെൻറ്റ് ഓഫ് തേർഡ് പീരിയഡ്. ഇവിടുത്തെ ഒന്നാമത്തെ എലമെൻറ്റും ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റും തമ്മിൽ ഒരേ സ്വഭാവം കാണിക്കുക. എപ്പോൾ? വെൻ ദേ ആർ ഡയഗണലി റിലേറ്റഡ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിലേറ്റ് ചെയ്യണതിനെയാണ് ഡയഗണൽ എന്ന് വിളിക്കുക. നേരെ താഴത്തേക്കാണെങ്കിൽ വെർട്ടിക്കൽ, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ, ഇങ്ങനെ വരുന്നതിൻ്റെ പേര് ഡയഗണൽ. അപ്പോൾ ഡയഗണലി റിലേറ്റ് ചെയ്യുമ്പോൾ ലിഥിയവും മഗ്നീഷ്യവും സാദൃശ്യം കാണിക്കുന്നു, ഒരേ സ്വഭാവം കാണിക്കും. ബെറിലിയം വിത്ത് അലുമിനിയം, ബോറോൺ വിത്ത് സിലിക്കൺ എക്സെട്ര. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് പീരിയഡിലെ ചില എലമെൻറ്റുകൾ തേർഡ് പീരിയഡിലെ ചില എലമെൻറ്റുകളുമായിട്ട് ഡയഗണലി റിലേറ്റ് ചെയ്യുമ്പോൾ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു, പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് അതിനെ വിളിക്കുക. ഡയഗണൽ റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ഡയഗണൽ റിലേഷൻഷിപ്പ്? ദ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഷോൺ ബൈ സെക്കൻഡ് പീരിയഡ് എലമെൻറ്റ്സ് ടു തേർഡ് പീരിയഡ് എലമെൻറ്റ്സ് വെൻ ദേ ആർ ഡയഗണലി റിലേറ്റഡ്. അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഡയഗണൽ റിലേഷൻഷിപ്പിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആളുകൾക്കൊക്കെ ആൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കും അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ കൂടി, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടാൾക്കും സിമിലർ സൈസ്. സിമിലർ അയണൈസേഷൻ എൻതാൽപ്പി, താഴേക്ക് വരുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു, ലെഫ്റ്റ് നിന്ന് റൈറ്റ് പോകുമ്പോൾ കൂടി. അവ സിമിലർ അയണൈസേഷൻ എൻതാൽപ്പി, സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സെട്ര. ഇതൊക്കെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെൻറ്റും ഡയഗണൽ റിലേഷൻഷിപ്പും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ? ഇനി നമുക്കവിടെ പഠിക്കാനുള്ളത്
പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി. കെമിക്കൽ റിയാക്ടിവിറ്റിയിലെ പീരിയോഡിക് ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ചെറിയ 2-3 പോയിൻ്റാണ് പഠിക്കാനുള്ളത്. കെമിക്കൽ റിയാക്ടിവിറ്റി, പീരിയോഡിക് ട്രെൻഡ്സിനനുസരിച്ച് കെമിക്കൽ റിയാക്ടിവിറ്റിയിൽ എന്ത് സംഭവിക്കും? ഒന്ന് മെറ്റാലിക് ക്യാരക്ടറാണ്. മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മെറ്റലുകളാണ്, റൈറ്റ് സൈഡിൽ നോൺ മെറ്റലുകളാണ്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഡിക്രീസസ്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കാറ്റയോണായി മാറുന്ന കഴിവാണ് മെറ്റാലിക് ക്യാരക്ടർ. അല്ലേ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് കിട്ടും, കാറ്റയോണായിട്ട് ഫോം ചെയ്യും. അതാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റൽസ് ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു. മെറ്റാലിക് ക്യാരക്ടർ അലോങ് ദ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. മെറ്റാലിക് ക്യാരക്ടർ അലോങ് ദ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. ടോപ്പ് ടു ബോട്ടം എന്ത് സംഭവിക്കും? മേലിന് താഴത്തേക്ക് വരുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുകയാണ് ചെയ്യുക. കാരണം അയണൈസേഷൻ അടിച്ച് താഴേക്ക് വരുമ്പോൾ കുറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റും. ആ ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. ദെൻ റെഡ്യൂസിങ് ക്യാരക്ടർ. നമുക്ക് റെഡ്യൂസിങ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സ്, അതിന് നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുക. ഓക്സീകരണം. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സ്, ലോസ് ഓഫ് ഇലക്ട്രോൺ എന്താണ്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന ആൾ എന്ത് ഏജൻറ്റാണ്? റെഡ്യൂസിങ് ഏജൻറ്റാണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റുകൾ സാധാരണ എന്താ ചെയ്യുക? ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. റെഡ്യൂസിങ് ഏജൻറ്റ് ലോസസ് ഇലക്ട്രോൺ. റെഡ്യൂസിങ് ഏജൻറ്റ് ഇലക്ട്രോൺ എന്താ ചെയ്യുക? ലോസ് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. സാധാരണ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മെറ്റലുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ മെറ്റലുകളൊക്കെ നല്ല റെഡ്യൂസിങ് ക്യാരക്ടർ കാണിക്കുന്ന ആളുകളാണ്. കാരണം മെറ്റൽസൊക്കെ എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ മെറ്റൽസ് ആർ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകുമ്പോൾ റെഡ്യൂസിങ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് റെഡ്യൂസിങ് ക്യാരക്ടർ ഡിക്രീസസ്. ഇനി ഓക്സിഡൈസിങ് ക്യാരക്ടർ. ഓക്സിഡൈസിങ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ഇലക്ട്രോണിനെ വാങ്ങുന്ന ആളുകളെ ആ പ്രോസസ്സിൻ്റെ പേര്, ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ദെൻ റിഡക്ഷൻ നടക്കുന്ന വസ്തുവിന് നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നാണ് വിളിക്കുക. ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതാണ് ഓക്സിഡൈസിങ് ക്യാരക്ടർ കാണിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രോണെ വാങ്ങലാണെന്ത്? ഓക്സിഡൈസിങ് ക്യാരക്ടർ. ഇലക്ട്രോണെ വാങ്ങൽ ആരാണ്? നോൺ മെറ്റൽ, അലോഹങ്ങളാണ്. അവർ പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓക്സിഡൈസിങ് ക്യാരക്ടർ കൂടുന്നു. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് oxidizing character increases, reducing character decreases, metallic character increases. From left to right in a period, metallic character decreases, reducing character decreases and oxidizing character increases. Okay, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെറ്റാലിക് ക്യാരക്ടർ, റെഡ്യൂസിങ് ക്യാരക്ടർ, ഓക്സിഡൈസിങ് ക്യാരക്ടർ എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ. Our next topic is nature of oxides. ഓക്സൈഡുകളുടെ സ്വഭാവം. ശ്രദ്ധിക്കേണ്ടത്, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി കോമ്പൗണ്ട് വിത്ത് ഓക്സിജൻ. ഓക്സിജനും വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റും തമ്മിൽ കൂടിച്ചേർന്നാലുണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. ഏതൊരു വസ്തുവും ഓക്സിജനുമായി കൂടിച്ചേർന്നാലും നമ്മളതിനെ ഓക്സൈഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളൊരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മളെ തേർഡ് പീരിയഡ് എലമെൻ്റാണ് എടുക്കുന്നത്. സോഡിയം,
മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. പിന്നെ ആർഗണാണ് നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് റിയാക്ഷനിൽ പങ്കെടുക്കണില്ല. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണ്ടാവുക? മെറ്റലുകളാണ്, ലോഹങ്ങൾ. ശ്രദ്ധിക്കേണ്ടത് മെറ്റലിൻ്റെ ഓക്സൈഡുകൾ, മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. നോക്ക്, എക്സാമ്പിളാണ് സോഡിയം ഓക്സൈഡ് Na2O, മഗ്നീഷ്യം ഓക്സൈഡ് MgO. കാരണം സോഡിയവും മഗ്നീഷ്യവും മെറ്റലാണ്, അതുകൊണ്ട് അതിൻ്റെ ഓക്സൈഡ് എന്താണ്? ബേസിക് സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ദെൻ പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നവരാണ് ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. നോൺ മെറ്റലാണ് ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. നോൺ മെറ്റലുകളുടെ കേസിൽ അതിൻ്റെ ഓക്സൈഡുകൾ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്. നോൺ മെറ്റാലിക് ഓക്സൈഡ്, ഇതൊക്കെ നോൺ മെറ്റലാണ്, അവരുടെ ഓക്സൈഡുകൾ എന്താണ്? അസിഡിക് സ്വഭാവം കാണിക്കുക. എക്സാമ്പിൾ P2O5, SO2, Cl2O7. ഇതൊക്കെ നോൺ മെറ്റലിൻ്റെ ഓക്സൈഡാണ്, അസിഡിക് സ്വഭാവം കാണിക്കും. ഇനി മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും ഇടയിൽ മെറ്റലോയിഡ്സുകൾ ഉണ്ടാവും. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അസിഡിൻ്റെ സ്വഭാവം, ചിലപ്പോൾ മെറ്റലായിരിക്കാം, ചിലപ്പോൾ നോൺ മെറ്റലിൻ്റെ സ്വഭാവം കാണിക്കാൻ പറ്റുന്നവർ, അതാണ് മെറ്റലോയിഡ്സ്. ഈ മെറ്റലോയിഡിൻ്റെ ഓക്സൈഡുകൾ ആംഫോട്ടറിക്കാണ്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹാവ് ദ എബിലിറ്റി ടു ഷോ ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടർ. അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും കാണിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ആംഫോട്ടറിക് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് Al2O3, അലുമിനിയം ഓക്സൈഡും അതേപോലെ SiO2, സിലിക്കൺ ഡയോക്സൈഡും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സൈഡുകളുടെ കേസിലും എന്തുണ്ട്? കൃത്യമായ ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അതായത് മെറ്റലിൻ്റെ ഓക്സൈഡുകൾ, മെറ്റലുകളൊക്കെ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക, നോൺ മെറ്റലുകളൊക്കെ റൈറ്റ് സൈഡിലുണ്ടാവും. മെറ്റലോയിഡ്സ് ഇത് രണ്ടിൻ്റെ ഇടയിലായിട്ടുണ്ടാവും. വളരെ റയറായിട്ട് മാത്രമാണ് മെറ്റലോയിഡ്സ് ഉള്ളൂ. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. എക്സാമ്പിൾ Na2O, MgO, etc. Non-metallic oxides are acidic, P2O5, SO2, Cl2O7. Then some metal oxides are amphoteric like Al2O3, SiO2, etc. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യം എന്തുകൊണ്ട് എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തു, ദെൻ അതിൻ്റെ ജനസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഡോബറൈനേഴ്സ് ട്രയാഡ്സ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ, ദെൻ നോമൻക്ലാച്ചർ ഓഫ് എലമെൻറ്റ്സ് ഹാവിങ് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100, പിന്നെ കോൺഫിഗറേഷൻ എഴുതാനും ഡിഫറെൻറ്റ് ബ്ലോക്സ് SPDF, ദെൻ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, പിന്നെ വാലൻസി, സെക്കൻഡ് പീരീഡ് എലമെൻറ്റിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ്, ഡയഗണൽ റിലേഷൻഷിപ്പ്, ദെൻ നാച്ചർ ഓഫ് ഓക്സൈഡ്സ്. ഓക്കെ, എളുപ്പമാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. എക്സാമിന് 4 മാർക്കാണ് ബോർഡ് എക്സാമിന് ചോദിക്കുക. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഒന്നും നഷ്ടപ്പെടുത്താനില്ലാത്ത ചാപ്റ്ററാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.